നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന് മുമ്പേ എല്ലാം തകിടം മറിഞ്ഞെന്ന് CPM-ന്റെ കുറ്റസമ്മതം. ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിയെന്നും കണ്ടെത്തി. കൂത്താട്ടുളത്തുനിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം. ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ. അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം. അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിലെത്തി. എനിക്കിങ്ങനെ പാതി ജീവനായിട്ട് ജീവിക്കാൻ വയ്യ പ്രിൻസ്. രക്ഷപ്പെടുകയല്ല. ഇത് സ്റ്റീഫന്റെ ഒളിച്ചോട്ടവുമല്ല. ഇന്നും ഇന്നലെ ഞാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ടായിരുന്നു. നാളെയോ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും കണ്ട് പൊതി തീരാത്ത ഒരു പകൽക്കിനാവ് മാത്രമാണ് അവന് ഡൽഹി. കുഞ്ഞാലിക്കുട്ടിയെ നാട് കടത്താൻ ചെന്നിത്തലയ്ക്ക് ധൃതിയായി. കുഞ്ഞുഞ്ഞിന് സങ്കടം. UPA ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ്. കുഞ്ഞാലിക്കുട്ടി UDF-ന്റെ പ്രവർത്തനത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു നേതാവാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പിനെ ആകത്തുക വിലയിരുത്തി തുറുപ്പ് ഷീട്ട് TK ഹംസ. അപ്പോൾ അങ്ങനെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലാണെങ്കിൽ അവർക്ക് പരാജയമുണ്ടായാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലും ഗവൺമെൻറ് രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. അങ്ങനെയൊന്നും ഒരു നിയമമില്ല, ജോലി അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രം. തനിക്കെതിരെയും കള്ളക്കേസുകളുണ്ടെന്ന് വെളിപ്പെടുത്തലുമായി ഹംസ രംഗത്ത്. ഞാൻ 2 കേസിൽ പ്രതിയാണ്. ഇന്നെപ്പോലത്തെ ശുദ്ധഗതിയേറ്റ് നടക്കണമല്ലോ ആരാ ഈ നാട്ടിൽ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ശിക്ഷയുടെ കാലാവധി തീർന്നതാമോ? തീർന്നു. പക്ഷെ ഓരോരുത്തന്നെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോകണം. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കഠിനമായപ്പോൾ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും ഉച്ചസ്ഥായിലായി. വിജയം ഉറപ്പിച്ച UDF മറ്റു പാർട്ടികളെ വെല്ലുവിളിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. VS അച്യുതാനന്ദൻ അതിനിടയിൽ ചില ആപ്പുകൾ വെച്ചതുകൊണ്ട് അതിനും മറുപടി പറയേണ്ട അവസ്ഥയിലാണ് ചെന്നിത്തല. പിന്നെ BJP നേതാക്കൾ ഒന്നടങ്കം ഉയർത്തിയ LDF UDF കൂട്ടുകെട്ടിനെക്കുറിച്ചും മറുപടി പറയേണ്ട അവസ്ഥയിൽ ചെന്നിത്തല എത്തി. 5 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ UPA തകർക്കുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. പഞ്ചാബിൽ അകാലിദൾ BJP സഖ്യത്തെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കി. ഗോവയിലും മണിപ്പൂരിലും ഒന്നാം കക്ഷിയായി. UPA എവിടെയാണ് തകർന്നത്? കോൺഗ്രസ് കൂടുതൽ 6 സീറ്റ് ഉണ്ടായിരുന്ന ഗോവയിലാണ് 17 സീറ്റിലേക്ക് വന്നത്. മണിപ്പൂരിൽ 15 വർഷമായി ഇബോബി സിംഗ് ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരത്തെ പോലും അതിജീവിച്ചുകൊണ്ട് 28 സീറ്റാണ് അവിടെ കോൺഗ്രസ് നേടിയത്. കോൺഗ്രസ് തകർന്നു എന്നുള്ള പ്രചരണം ഈ നാട്ടിലെ വർഗീയവാദികൾക്ക് വളമിടാനും വേണ്ടി CPM നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ്. അച്യുതാനന്ദൻ പറഞ്ഞു, കോൺഗ്രസ് തീരെ മെലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ BJP-യുടെ തോളത്തിരുന്ന വല്ലതും തരപ്പെടുത്താൻ കഴിയുമോ എന്ന് ആണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല രായ്ക്ക് രാമാനം മണിപ്പൂരിലേക്ക് പറന്നുപോയി അവിടെ BJP-യുടെ സർക്കാർ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ MLA-മാർ ഉണ്ടായിരുന്നിട്ടും എന്തേ ഇവിടെ കോൺഗ്രസ്സിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയില്ല? ഗോവയിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? കോൺഗ്രസിന് ആരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ഉള്ള കരുത്തും ശക്തിയുമുണ്ട്. ഇന്ത്യയിൽ വർഗീയതയെ തടഞ്ഞു നിർത്താനും നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ നേരിടാനും കഴിയുന്ന ഏക രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA മാത്രമാണ്. അതിന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക വഴി ഇന്ത്യൻ മതേതരത്വത്തെ ദുർബലപ്പെടുത്താനാണ് CPM-ഉം BJP-യും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒരേ പാതയിലാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പിലും അത് വ്യക്തമാണ്. ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മതേതര മുന്നേറ്റം രാജ്യത്തുണ്ടാകണം. ഞാനതാണ് UPA-യുടെ തെരഞ്ഞെടുപ്പിന് ഫലം പറഞ്ഞത്.
50% വോട്ട് കിട്ടിയ പാർട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ 40% വോട്ട് കിട്ടിയ ആളുകൾ ഭരിക്കുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ സമയമായി എന്നുള്ളതാണ്. മതേതര വിശ്വാസികളായ മുഴുവൻ പാർട്ടികളും വ്യക്തികളും സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ശൈലിക്കെതിരായി അണിനിരക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ഉം CPM നേതൃത്വം കൊടുക്കുന്ന LDF-ഉം ചേർന്ന് നടത്തിയിട്ടുള്ള അവിഹിതമായ കൂട്ടുകെട്ടുകളുടെ ഫലമാണ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം. ഇല്ല, ഇതെല്ലാം ഉണ്ടയില്ല വെടികളാണ്. ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 18-ാം തീയതി വളാഞ്ചേരിയിൽ അഷ്റഫ് എന്ന് പറയുന്ന ബിസിനസ്സുകാരന്റെ വസതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, മലപ്പുറത്തെ സ്ഥാനാർത്ഥിയും മുൻ വ്യവസായ മന്ത്രിയുമായ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി, ശ്രീമാൻ അബ്ദുൽ വഹാബ്, ശ്രീമാൻ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ശ്രീമാൻ അഷ്റഫിന്റെ വീട്ടിൽ ഉച്ചയ്ക്കുണ്ടാകുകയും അവിടെ അടച്ചിട്ട റൂമിൽ രഹസ്യ സംഭാഷണം നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ പിരിഞ്ഞത്. അവരവിടെ അഷ്റഫിന്റെ വീട്ടിൽ വളാഞ്ചേരിയിൽ നടത്തിയിട്ടുള്ള രഹസ്യ സംഭാഷണത്തിന്റെ ഉള്ളടക്കം എന്താണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്? എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്? ഇതറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ച വസ്തുതകളെ 100% അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടുകൾ. അവരൊരു സൗഹൃദ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. യുഡിഎഫിൻ്റെതായ കരുത്തുള്ള മണ്ഡലമല്ലേ ഇത്? ഇവിടെ ഒരു 2 ലക്ഷത്തിന് ജയിക്കുന്ന മണ്ഡലത്തിൽ ഇനി എവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് എന്ത് കാര്യമാണ്? ഈ 2 മുന്നണികളുടെ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോക്കിന്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് നിലപാടുകൾ വ്യക്തമാക്കണം. ഇത് മനസ്സിലായ സാഹചര്യത്തിലാണ് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഹിതപരിശോധനയാണ് എന്നാണ്. കുഞ്ഞാലിക്കുട്ടിയെ ദില്ലിയിലേക്ക് അയക്കേണ്ടത് ചെന്നിത്തലയുടെ ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞും കുഞ്ഞാലിയും ചേർന്ന് വീണ്ടും കരുക്കൾ നീക്കിയാൽ ചെന്നിത്തല കുരുങ്ങും. അതിനിടെ കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ഉമ്മച്ചൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും നടന്നിരുന്നില്ല. അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചെന്നിത്തല. യുപിയെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ എടുത്ത കൂട്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ആ ദൗത്യം അദ്ദേഹത്തെ UDF-ഉം മുസ്ലിം ലീഗും ഏൽപ്പിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനും ക്രിയാത്മകമായ കാര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് മതേതരത്വത്തിന്റെ പ്രതിനിധിയായി ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഡൽഹിയിലേക്ക് അയക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പാണക്കാട്ട് പോയി ആവശ്യപ്പെട്ടു എന്ന് ആരോപണമുണ്ട്. സത്യമാണ്? അങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ വന്നു. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു വാർത്ത മാധ്യമ സൃഷ്ടിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം അല്ല, ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം ഞാനത് പറയുന്നില്ല. കുഞ്ഞാലിക്കുട്ടി UDF-ൻ്റെ പ്രവർത്തനത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഇപ്പം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ദേശീയ തലത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങും. അതൊക്കെ ചെയ്യുമ്പോഴും കേരളത്തിലെ UDF-ഉമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തുടരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. യുപിയെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ എടുത്ത കൂട്ടായ ഒരു തീരുമാനമാണ്. അതൊക്കെ ചെയ്യുമ്പോഴും കേരളത്തിലെ UDF-ഉമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തുടരും. ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള ഒരു നേതൃത്വം അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാനുള്ള തീരുമാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ചത്, UDF സ്വീകരിച്ചു. യുപിയെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ എടുത്ത കൂട്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ആ ദൗത്യം അദ്ദേഹത്തെ UDF-ഉം മുസ്ലിം ലീഗും ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ പാതി ജീവനായിട്ട് ജീവിക്കാൻ വയ്യ പ്രിൻസ്. രക്ഷപ്പെടുകയല്ല. ഇത് സ്റ്റീഫന്റെ ഒളിച്ചോട്ടവുമല്ല. ഇന്നും ഇന്നലെ ഞാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ടായിരുന്നു. നാളെയോ അങ്ങനെ തന്നെ ആയിരിക്കും. ബിലീവ് മീ. ഇനിയും കണ്ട്
കൊതി തീരാത്ത ഒരു പകൽക്കിനാവ് മാത്രമാണ് അവന് ഡൽഹി. ഓടി ഓടി അവൻ എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയാം. പിന്നെ കഴിഞ്ഞ ദിവസം കോടിയേരി മലപ്പുറത്ത് വന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു പോയിരുന്നു. അതിനൊരു മറുപടി കൂടി പറഞ്ഞാൽ തൽക്കാലം ഒരു സമാധാനമാകും. അതുകൊണ്ട് നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ഇത്തവണ ഇവിടെ കുറ്റിപ്പുറം ആവർത്തിച്ചുകൂടാ. ഒരിക്കലൊരു ചക്ക വീണൊരു മുയലിയാത്തെന്ന് വിചാരിച്ച് എപ്പോഴും ചക്ക വീഴുകയും മുയലിയാവുകയും ചെയ്യത്തില്ല. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ ടി കെ അംസയുടെ നളചരിതം.